മക്കളൊന്നും ഇല്ലേ സാറിന്? അയ്യോ മക്കളുണ്ട്. ഒരു തിരുവോണത്തിനായിരുന്നു 2 പിള്ളേര്. 2 പിള്ളേരോ? ഓണത്തിന്റെ ഓഫർ ആയിരിക്കും. അതല്ല ചേർത്ത പിള്ളേർ. എന്നിട്ട് എന്ത് ചെയ്യും? മക്കളെന്ത് ചെയ്യും? 2 ഞങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവന്മാര് ഹോസ്റ്റലിലും പെണ്ണുമ്പളെ കെനിയയിലും. ഞാൻ കൂടെ ഒറ്റയ്ക്കാം. ഒറ്റക്കല്ല, നീ കൂടെ കാണുവോ? അല്ല ഇത് ഒറ്റക്കല്ല, ഇത് ഓ അതെന്റെ കാര്യം. അത് എടുത്താൽ കിട്ടാനകത്ത് അല്ല നിന്റെ കൂടെ ഒരു ബംഗാളി ഇല്ലായിരുന്നോ പണിക്ക്? ആഹാ, കഴിഞ്ഞ ആഴ്ച നിന്നതോ? ആ ബംഗാളി ഇപ്പൊ കണ്ട്രാക്കാ. കൊള്ള, അവൻ ജീവിക്കാൻ പഠിച്ചവനാ. അവൻ ജീവിക്കാൻ പഠിച്ച അവിടെ വന്ന് മലയാളം പാട്ട് പഠിച്ച് ഇപ്പൊ ഗാനമേള ട്രൂപ്പിൽ പോകുന്നുണ്ട്. നമ്മള് മാത്രം ഇങ്ങനെ നടക്കുക. നീ ഒറ്റയ്ക്കാണ് ഇവിടെ പണിയുന്നത്? അല്ല, നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ, സുരേഷ് വരും. ഞാൻ എങ്ങനെ ഉണ്ട്? ആ മത്സരത്തിൽ അച്ഛനെ കാട്ടി കഷ്ട മൊണ്ണേ. പുതിയ പണിക്കാരെ വേറെന്താന്ന് പറഞ്ഞേ? സുരേഷ്. നല്ല സെൽഫി എടുക്കണം. ഇങ്ങനെ നിക്കണേ. ഈ പെണ്ണുങ്ങളെ അയച്ചു കൊടുക്കാനാ. സെൽഫിയാ? ഇതെന്തുവാ? അന്നലെ കട്ട കയ്യിലേ കട്ട വീണ് ചതഞ്ഞ എന്റെ പെണ്ണുങ്ങളെ കാണിക്കുന്നത്. മാറ്റിപ്പിടി. നോക്ക് നോക്ക് നോക്ക്. അങ്ങോട്ട് നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നുണ്ടോ എനിക്ക് അറിയണ്ടേ? നോക്ക്. നമ്മുടെ കട്ടള എങ്ങനെയുണ്ട്? മൂത്ത തേക്ക. അയ്യോ പ്ലാവാ. പ്ലാവല്ലേ? മൂത്ത പ്ലാവാ. മൂത്ത പ്ലാവാ. പ്ലാവിന് അങ്ങനെ മൂത്തത് ഇളയതൊക്കെ ഉണ്ട്. ഇളയനാ കോട്ടയത്ത് കെട്ടിച്ചേ. പ്ലാവ് എന്ന് പറഞ്ഞ നല്ല കാതലുള്ള തടിയാണെന്ന്. ഞങ്ങൾ വടശ്ശേരിക്കര പണിക്ക് പോയില്ലയോ? അവിടെ എന്തോ മൊത്തം തേക്കായിരുന്നില്ലടാ. പിന്നെ അവരുടെ കട്ടില് കട്ടള, അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള, മേൽക്കൂര കട്ടള, ഇരിക്കുന്ന സ്റ്റൂളില്ലയോ അതുവരെ കട്ടളയാ. എന്തോ പറയുന്നത്? മൊത്തം തേക്കാന്നെങ്ങാണ്ട് പറയുവാ.